കേട്ടറിഞ്ഞത് ശരിയാണോ എന്നറിയാൻ തിരൂരിലെ സൂര്യ മീറ്റേഴ്സ് എന്ന സ്ഥാപനത്തെ സമീപിച്ചു. പുതിയ മീറ്റർ ആവശ്യപ്പെട്ടപ്പോൾ എന്തിനാണെന്നായിരുന്നു മറുചോദ്യം. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ വാടകയ്ക്ക് നൽകാമെന്നും കട ഉടമ ഏറ്റു. മീറ്റർ വാങ്ങുമ്പോൾ പുതിയതിന്റെ തുക നൽകണം. ഫിറ്റ്നസിന് ശേഷം തിരിച്ചെത്തിച്ചാൽ 400 രൂപ വാടക കഴിച്ച് 1200 രൂപ തിരികെ നൽകും. കഴിഞ്ഞു പൈസ തരാൻ വിളിച്ചു പറയാം. നാളെ രാവിലെ 8 മണിക്ക് നിങ്ങൾ വൈകിപ്പോയി ഒന്ന് അധികം കൊണ്ടുപോയി നോക്കും അത് കൊടുത്ത് താനൂരിൽ 2 ആൾക്കും പൈസ അതിന്റെ പേപ്പറുകളില്ല അതും പേപ്പറും ബില്ലും പണം നൽകിയപ്പോൾ മീറ്റർ ഘടിപ്പിച്ചു തന്നു. ഒപ്പം കാസർഗോഡ് ലീഗൽ മെട്രോളജിയിലെ അസിസ്റ്റന്റ് കൺട്രോളറുടെ സർട്ടിഫിക്കറ്റും. രേഖകളിൽ പറയുന്ന മീറ്ററിന്റെ കമ്പനിയും ഓട്ടോറിക്ഷയിൽ ഘടിപ്പിച്ച മീറ്ററിൽ എഴുതിയിരിക്കുന്ന കമ്പനിയുടെ പേരും രണ്ടായിരുന്നു. പിടിക്കപ്പെടില്ല എന്ന് സംശയം പ്രകടിപ്പിച്ചപ്പോൾ നിങ്ങൾ ഇതുമായി ചെന്നാൽ മതിയെന്നായിരുന്നു മറുപടി. വ്യാജ സർട്ടിഫിക്കറ്റുമായി പോയ വാഹനത്തിന് യാതൊരു പ്രശ്നവുമില്ലാതെ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നപ്പോഴാണ് ഉടമ പറഞ്ഞ മറുപടിയുടെ അർത്ഥം മനസ്സിലായത്. കിട്ടുന്നതിൽ പകുതി ഉദ്യോഗസ്ഥർക്ക് വീതം വയ്ക്കും, ബാക്കി ഏജന്റ് എടുക്കും. ആഴ്ചയിൽ 5 ദിവസവും കച്ചവടം പൊടിപൊടിക്കുകയാണ് നിയമവ്യവസ്ഥകളെ വെല്ലുവിളിച്ച്. ക്യാമറ പേഴ്സൺ ഡാറ്റസ് വേലായുധനൊപ്പം റഹീസ് റഷീദ്, മീഡിയ 1 മലപ്പുറം.